ഇതാണ് വല്ലാർപാടം പള്ളി, നാഷണൽ ഷൈൻ ബസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് റാൻസം, എറണാകുളം വല്ലാർപാടത്ത് സ്ഥിതി ചെയ്യുന്നു. ഏകദേശം 5 മില്യൺ വിശ്വാസികൾ ഓരോ വർഷം തീർത്ഥാടന കേന്ദ്രം സന്ദർശിക്കുന്നതായി പറയപ്പെടുന്നു. വളരെ പ്രസിദ്ധമായ ഒരു മരിയൻ പള്ളിയാണിത്. ലോകത്തിൻ്റെ പല ദേശങ്ങളിൽ നിന്നും സന്ദർശകർ ഈ പള്ളി സന്ദർശിക്കാൻ വരാറുണ്ട്. വല്ലാർപാടത്ത് റോമൻ കാത്തലിക് ലത്തീൻ റീത്തിൻ്റെ കീഴിലാണ് ബോൾഗാട്ടി ഐലൻഡ് അടുത്തായി വല്ലാർപാടം സ്ഥിതി ചെയ്യുന്നത്. ഇത് എറണാകുളം മെയിൻ ലാൻഡിൻ്റെ ഗോശ്രീ പാലം മുഖേന ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. കന്യകമാതാവ് ഉണ്ണി യേശുവിൻ്റെ കൈകളിലേന്തിയ ചിത്രമാണ് ആൾത്താരിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. 1674 പഴയ പള്ളി ചർച്ച് ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന നാമത്തിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇത് പോർച്ചുഗീസ് മിഷനർമാർ സ്ഥാപിച്ചതാണ്. വലിയ വെള്ളപ്പൊക്കത്തിൽ ഇത് നശിച്ചു പോവുകയും ആൾത്താരിൽ പ്രതിഷ്ഠിച്ചിരുന്ന മാതാവിൻ്റെ രൂപം കായലിൽ മുങ്ങിപ്പോവുകയും അത് കൊച്ചി മഹാരാജാവിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന പാലത്ത് രാമൻ വലിയച്ഛൻ അത് കായലിൽ നിന്ന് കണ്ടെടുക്കുകയും പള്ളിക്ക് തിരികെ നൽകുകയും ചെയ്തു. ഒരു വിളക്ക് കൂടി അദ്ദേഹം നൽകുകയുണ്ടായി. അത് അദ്ദേഹത്തോടുള്ള സ്മരണാർത്ഥം 1676 മുതൽ തെളിയിച്ചു വരുന്നു. 1752 ഒരു വലിയ അത്ഭുതം മാതാവിൻ്റെ നാമധേയത്തിൽ നടന്നതാണ് വല്ലാർപാടത്തമ്മയെ പ്രസിദ്ധിയാക്കിയത്. മീനാക്ഷി അമ്മ എന്ന നായർ യുവതി ഒരു കുലീന കുടുംബത്തിൽപ്പെട്ടവളാണ്. ആ കുടുംബക്കാരെ പള്ളിയിൽ വീട് എന്ന് വിളിക്കപ്പെടുന്നു. ഈ യുവതി തൻ്റെ കൊച്ചു കുഞ്ഞിനെ കൂട്ടി മട്ടാഞ്ചേരിയിലുള്ള ക്ഷേത്രത്തിലേക്ക് ചോറൂണിന് വേണ്ടി ഒരു വഞ്ചിയിൽ പോവുകയായിരുന്നു. ആ സമയത്ത് വലിയ കൊടുങ്കാറ്റും തിരമാലയിലും പെട്ട് വഞ്ചി മുങ്ങി. നായർ യുവതിയും കുഞ്ഞും വെള്ളത്തിൽ മുങ്ങിപ്പോയി. ആ സമയത്ത് എൻ്റെ വല്ലാർപാടത്തമ്മേ, ഞാനും കുഞ്ഞും രക്ഷപ്പെട്ടാൽ ശിഷ്ടകാലം മുഴുവൻ അമ്മയ്ക്ക് ദാസിയായി ഇരുന്നു കൊള്ളാം എന്ന് പ്രതിജ്ഞയെടുത്തു. 3-ാം ദിവസം പള്ളിയിലെ അച്ഛന് ദർശനം കിട്ടിയതനുസരിച്ച് മുക്കുവന്മാരെ സന്ദർശിച്ച് അദ്ദേഹം നിർദ്ദേശിച്ച സ്ഥലത്ത് വലയിടാൻ പറഞ്ഞു. അങ്ങനെ മീനാക്ഷി അമ്മയും കുഞ്ഞും രക്ഷപ്പെട്ടു. അതേക്കുറിച്ച് മീനാക്ഷി അമ്മ പറഞ്ഞത്, വെള്ളത്തിനടിയിൽ ഒരു ചെറിയ കര പോലുള്ള സ്ഥലത്ത് യാതൊരു കുഴപ്പവും കൂടാതെ ഇരിക്കുകയായിരുന്നു എന്നാണ്. മീനാക്ഷി അമ്മ താൻ പ്രതിജ്ഞ നിറവേറ്റുകൊണ്ട് ശിഷ്ടകാലം മുഴുവൻ വല്ലാർപാടത്തമ്മയെ സേവിച്ചു കഴിഞ്ഞു. അവരുടെ മരണശേഷം അവരുടെയും കുഞ്ഞിൻ്റെയും ചിത്രം മാതാവിൻ്റെ ചിത്രത്തോടൊപ്പം ചേർത്തു. ഇപ്പോൾ കാണുന്ന ചിത്രം അതാണ്. എല്ലാ വർഷവും സെപ്റ്റംബർ 16 മുതൽ 24-ാം തീയതി വരെയാണ് പെരുന്നാളായി ആഘോഷിക്കുന്നത്. 24-ന് 10,000-കണക്കിന് വിശ്വാസികൾ പെരുന്നാളിനെത്തുന്നു. വളരെ പുരാതനമായ ഈ പള്ളിയിലേക്ക് അനേകം വിശ്വാസികളാണ് ദിവസം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അടിമ സമർപ്പണം, അതുപോലെ തിരുമുറ്റം അടിച്ചു വാരുന്ന നേർച്ച, മെഴുകുതി കത്തിക്കുന്ന നേർച്ച, അങ്ങനെ പലതരം നേർച്ചകൾ ഇവിടെ നടത്തി വരുന്നുണ്ട്. ഇവിടെ അടിമ സമർപ്പണത്തിനായിട്ട് ഒരു വൈദികൻ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്നാൽ അദ്ദേഹം നമ്മുടെ തലയിൽ കൈവച്ച് ബ്ലസ് ചെയ്ത് ആശീർവദിച്ച് തരും. പിന്നെ ഈ പള്ളിയുടെ മുകളിൽ ഒരു ക്ലോക്ക് ടവറുണ്ട്. അങ്ങോട്ടേക്ക് കയറുവാനുള്ള സൗകര്യം നമുക്ക് നൽകിയിട്ടുണ്ട്. 10 രൂപ കൊടുത്താൽ ലിഫ്റ്റിൽ മുകളിലോട്ട് പോകുവാൻ സാധിക്കും. അല്ല, നടന്നു കയറണമെങ്കിൽ 5 രൂപ കൊടുത്താലും മതിയാവും. ഈ പള്ളിയുടെ മുൻഭാഗത്തും പിൻഭാഗത്തും നിന്നും നമുക്ക് ഹൈക്കോർട്ട് ഭാഗത്തേക്ക് ബസ് ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.